എക്സലിൽ VBA കോഡ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് മാക്രോ ഒക്കെ ഉപയോഗിക്കുന്നത് VBA കോഡാണ്. ഈ VBA കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കുറേ മുമ്പ് വരെ നമ്മൾക്കത് VBA കോഡ് നമ്മൾക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ നമ്മൾക്കത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, കുറച്ച് പാടുണ്ട്. കുറേ നമ്മൾ എഴുതി പിന്നെ ബഗ് വരും, അത് കറക്റ്റ് ചെയ്ത് പിന്നെയും ബഗ് വരും. ഇങ്ങനെ നമ്മളൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ജെമിനി അല്ലെങ്കിൽ ChatGPT ഉപയോഗിച്ചുകൊണ്ട് ആ കോഡ് സിമ്പിളായിട്ട് നമ്മൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ VBA കോഡ് ഇപ്പം ആർക്കും ഉപയോഗിക്കാം. അത് VBA കോഡ് പഠിച്ചവർക്ക് മാത്രമൊന്നുമല്ല, ആർക്കും ഉപയോഗിക്കാം. ആകെ അറിയേണ്ടത് ഈ VBA കോഡ് ChatGPT തന്നു കഴിഞ്ഞാൽ ChatGPT തന്നെ പറയും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് വെക്കേണ്ടത്, എവിടെയാണ് ഇടേണ്ടതെന്നൊക്കെ അതിൻ്റെ പറഞ്ഞുതരും. ആ ഒരു ഇൻസ്ട്രക്ഷൻസാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ആ VBA കോഡ് കിട്ടിക്കഴിഞ്ഞാൽ VBA കോഡ് കിട്ടാൻ വേണ്ടി ChatGPT ഓടും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ജെമിനൈയാണ്. ഇവിടെ എന്ത് പറയണം, എന്ത് പ്രോംപ്റ്റ് കൊടുത്താൽ അത് കിട്ടും. ബേസിക് ഇംഗ്ലീഷ് കൊടുത്താൽ മതി. ആ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ എക്സലിലേക്ക് അത് എവിടെ ഇടണം, എന്നിട്ട് എങ്ങനെ റിസൾട്ട് കിട്ടണം എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ഇവിടെ ഒരു എക്സൽ ഷീറ്റ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് കോളം ID ആണ്, സെക്കൻഡ് കോളം amount 1, amount 2, amount 3. 169ഓളം ലൈൻസ് ഉണ്ട്. ഓക്കെ, 169ഓളം ലൈൻസ് ഉണ്ട്. ഇതിൽ നമ്മൾക്ക് ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഇവിടെ വലതുവശത്ത് എത്തിയിട്ടുണ്ട്. ഇഫ് amount 1 ഈസ് എബോവ് 1000, അതായത് ആദ്യത്തത് 1000 രൂപയിൽ കൂടുതലാണെങ്കിൽ, സെക്കൻഡ് amount 2 ഈസ് 500, 500 കൂടുതലാണെങ്കിൽ, മൂന്നാമത്തത് എബോവ് 300, amount 3 ഈസ് എബോവ് 200 ആണെങ്കിൽ, ഇത്രയാണെങ്കിൽ എനിക്ക് എന്ത് വേണം, എനിക്കൊരു റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഷീറ്റ് പുതിയത് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഷീറ്റിലേക്ക് ആ ഡാറ്റ കോപ്പി ചെയ്ത് കിട്ടണം. അതാണ് എനിക്ക് എക്സലിൽ ചെയ്യാനുള്ള ടാസ്ക് എന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ VB കോഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫിൽറ്റർ വെച്ചിട്ട് ചെയ്യാം. ഇവിടെ ഇത് ഫിൽറ്റർ വെച്ച് 1000ൻ്റെ ഫിൽറ്റർ വെച്ച്, ഓക്കെ, ഇവിടെ എന്താണ് നമുക്കിപ്പം വേണമെങ്കിൽ എബോവ് 1000 ഇവിടെ കൊടുക്കാം, എബോവ് 500 ഇവിടെ കൊടുക്കാം. അങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ട് അത് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. പക്ഷേ ഞാനിത് VBA കോഡ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രം കോഡിലേക്ക് പോകുന്നതാണ്. നമുക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, കാരണം അതിന് VBA കോഡ് തന്നെ വേണമെന്നൊന്നുമില്ല. പക്ഷേ VBA കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഫാസ്റ്റാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങളിൽ VBA കോഡ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിപ്പിക്കുക കൂടിയാണ് ഉദ്ദേശം. അപ്പോൾ അതിന് നമ്മൾ പ്രോംപ്റ്റ് ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം എക്സലിനെ ജെമിനിനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മൈ കറൻറ്റ് എക്സൽ ഷീറ്റ് നെയ്മഡ് ടെസ്റ്റ്. കാരണം ഈ എക്സൽ ഷീറ്റിൻ്റെ പേര് ടെസ്റ്റ് എന്നാണ്. നെയ്മഡ് ടെസ്റ്റ് ഹാസ് ഡാറ്റ ഫ്രം കോളം A to D. കോളം A to D യൂസ്ഡ് ആണ്, അപ്പോൾ അത് പറഞ്ഞു കൊടുത്തു. പിന്നെ റോ 1 ഈസ് ടൈറ്റിൽസ്, റോ 1 ടൈറ്റിലാണെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ടൈറ്റിൽസ് ഇൻക്ലൂഡ് ID, amount 1, amount 2, amount 3, അതായത് ആ ടൈറ്റിലിൻ്റെ പേരും പറഞ്ഞു കൊടുത്തു. പിന്നീട് നമ്മൾ പറയുന്നത് ഐ നീഡ് ടു ഗെറ്റ് ഓൾ ദ റോസ്, എല്ലാ റോവും കിട്ടണം ടു എ ന്യൂ ഷീറ്റ് നെയ്മഡ് റിസൾട്ട്, അതായത് ന്യൂ ഷീറ്റിൻ്റെ പേര് റിസൾട്ട് എന്നായിരിക്കണം. ഇഫ് amount 1 ഈസ് ഗ്രേറ്റർ ദാൻ 1000, and amount 2 is greater than 500 and amount 3 is greater than 200, give me a VBA code. ഓക്കെ, ഇത്രയും മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഇത് ബേസിക്കായിട്ട് ഇംഗ്ലീഷ് കമാൻഡാണ്. ഓക്കെ, അതൊരു കോപ്പി എടുക്കുന്നു, അത് ഞാൻ ജെമിനിക്ക് കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പം ജെമിനായി നമ്മൾക്കൊരു VB കോഡ് തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് പറയുന്നുണ്ട് ഓപ്പൺ യുവർ എക്സൽ ബുക്ക്, Alt F11 അടിക്കണം, ഇൻസേർട്ടിൽ മൊഡ്യൂളിൽ അത് പേസ്റ്റ് ചെയ്യണം, Alt F8 അടിച്ചിട്ടാണ് അത് റൺ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് കാണിക്കുക അതൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കോപ്പി അടിക്കുന്നു. ഓക്കെ, ആ കോഡ് കോപ്പി അടിച്ചു. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം, റീഡ് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയൊരു അറിവ് VBനെ കുറിച്ചുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈസിയായിട്ട്. ഓക്കെ, നമ്മളതിന് വീണ്ടും ആ എക്സൽ ഷീറ്റിലേക്ക് പോവുകയാണ്. എക്സൽ ഷീറ്റിലേക്ക് വന്ന ശേഷം Alt F11 അടിക്കുക, Alt F11. ഓക്കെ, എന്നിട്ട് ഇൻസേർട്ടിൽ പോയിട്ട് ഈ മൊഡ്യൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ അത് പേസ്റ്റ് ചെയ്യാം, ആ കോഡ് പേസ്റ്റ് ചെയ്യാം. അപ്പം മുകളിൽ ഫിൽറ്റർ ആൻഡ് കോപ്പി ഡാറ്റ എന്നുള്ളത് അതാണ് അതിൻ്റെ ഫംഗ്ഷൻ നെയിം. ഓക്കെ, അതാണ് മാക്രോ അല്ലെങ്കിൽ VBA കോഡിൻ്റെ റൺ ചെയ്യാനുള്ള പേര് അതാ കാണിക്കുക, ഓർമ്മിക്കുക. അത് വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും, ഇപ്പം ഞാൻ മാറ്റുന്നില്ല. ഓക്കെ, പിന്നെ ഇത് ക്ലോസ് ചെയ്തു. ഓക്കെ, ആ കോഡ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഷീറ്റ് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾക്കിനി ആ കോഡ് നമ്മൾ ഓൾറെഡി ഇൻസേർട്ട് ചെയ്തു. ഇനി അത് റൺ ചെയ്യിക്കാൻ വേണ്ടി Alt F8 അടിക്കുക. ഓക്കെ, Alt F8. അപ്പോൾ ഇവിടെ ഒരുപാട് കോഡ് ഉണ്ടെങ്കിൽ ഒരുപാടെണ്ണം കാണിക്കും. ഇപ്പം ഒറ്റൊന്നേ ഉള്ളൂ. അപ്പം ഫിൽറ്റർ ആൻഡ് കോപ്പി ഡാറ്റ ഉണ്ട്. പിന്നെ അത് റൺ ചെയ്യുക. കോഡിന് നമ്മൾക്ക് മാറ്റം വരുത്താനൊക്കെ പറ്റും, നമ്മൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് കാണുന്നത് റൈറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ചൊരു സ്ലോ വന്നത്. ശരിക്കും സ്ക്രീൻ അപ്ഡേറ്റ് ഓണാണ്,
അതായത് ഓരോ ലൈനും അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, മെല്ലെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കാണാതെ ഒരു ഫ്ലാഷ് മീനും പോലെ ആൻസർ വരുത്തിക്കാൻ നമുക്ക് പറ്റും. സ്ക്രീൻ അപ്ഡേറ്റ് ഓഫാക്കി ഇടാൻ പറ്റും ഏതെന്ന് കോഡിൽ. ഇപ്പോൾ നമ്മളത് ചെയ്തില്ല. ഓക്കെ, ഡാറ്റ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് 69 റോസ് കോപ്പി ചെയ്തെന്ന് കണ്ടിട്ടുണ്ട്. അത് ഈ റിസൾട്ട് എന്ന് പറഞ്ഞ ഷീറ്റിലേക്ക് 69 റോ കോപ്പി ചെയ്തിട്ടുണ്ട്. 169 വെറും 69 ഡാറ്റയായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞില്ലേ? ഇതെന്തുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ റോ മൊത്തം എടുക്കുമ്പോൾ അപ്പുറത്ത് ഈ റോ മൊത്തം കോപ്പി ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാണ്ട് ഡാറ്റ മാത്രമല്ല. അതുകൊണ്ടാണ് ഇതും കൂടെ വന്നത്. ഇത് മറ്റേതിലുണ്ട്, മൂന്നാമത്തെ റോയിലുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും സിമ്പിളായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, BB കോഡ് ഉപയോഗിക്കാം. BB കോഡ് ഉണ്ടാക്കാൻ വേണ്ടി ജെമിനിയോ ChatGPT ഉപയോഗിക്കുകയും ചെയ്യാം. ഇതാണ് സിമ്പിൾ മെത്തേഡ്. നമുക്ക് എന്ത് ടാസ്ക്കും നമ്മൾ ആലോചിക്കും, നമ്മൾക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സൽ ഷീറ്റ് കിട്ടുന്ന എക്സൽ ഷീറ്റിൽ നിന്ന് കുറച്ച് പ്രോസസ്സ് ചെയ്തിട്ട് ഡാറ്റ വേണമെങ്കിൽ നമ്മൾ ആദ്യം കറക്റ്റ് എന്ത് ചെയ്യണം, ജെമിനിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എക്സൽ ഇന്ന സ്ഥലത്താണ് ഇന്ന ഡാറ്റയാണ് ഉള്ളത്, ടൈറ്റിൽ ഇതാണ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം. ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കാം. ഒരു പുതിയൊരാൾക്ക് പറഞ്ഞു കൊടുക്കും പോലെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് എന്താണ് നമ്മൾക്ക് വേണ്ടത് എന്നുള്ളതും കൂടി ക്ലിയർ ആയിട്ട് കോഡ് കൊടുക്കാം. കോഡ് എറർ ഉണ്ടെങ്കിൽ നമ്മൾ കോഡ് എറർ സ്വന്തം നമ്മൾ തന്നെ ഒന്ന് വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവിച്ചിട്ടുള്ള എറർ എന്ന്. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ കോഡ് പറഞ്ഞിട്ടുണ്ട് ടെസ്റ്റ് എന്നാണ് ഷീറ്റിൻ്റെ പേരെന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ എക്സൽ എന്ത് ചെയ്യും, നമ്മൾ ആ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ ഷീറ്റ് വേണമെന്നാണ് ചിലപ്പം തരും, അപ്പം കാണിക്കില്ല, എറർ ആയിരിക്കും. അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം. പക്ഷേ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ജെമിനി ChatGPT ഒക്കെ വന്നുകൊണ്ട് AI വന്ന ശേഷം നമ്മൾക്ക് കോഡിംഗ് എന്ന് പറയുന്നത് നമ്മൾക്കൊരു ടാസ്ക് അല്ല, ആർക്കും ചെയ്യാമെന്നുള്ള രീതിയിലായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.